അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാർക്കാണ് കാര്യം ചേർന്നതാണ് വൃശ്ചികക്കൂറ് എന്ന് പറയുന്നത്. അവരുടെ പ്രവൃത്തി സംബന്ധിച്ച് ജോലി അഥവാ മറ്റ് ബിസിനസ് മറ്റും സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ബുധ ശുക്ര സർപ്പി യോഗം ഉണ്ടാവുന്നത്. ചില മാറ്റങ്ങൾ വരാൻ ജോലിയുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ സ്ഥല സംബന്ധമായിട്ടോ ഉള്ള ചില വ്യതിയാനങ്ങൾ വരാവുന്നത്. ഒരുപക്ഷെ ഓഫീസ് തന്നെ മാറിയിരിക്കാം, അല്ലെങ്കിൽ അവരവർ ഏറ്റെടുത്തിട്ടുള്ള പോർട്ട്ഫോളിയോ മാറാം. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ വരാവുന്ന കാലമാണ്. അതുപോലെ വീട് മാറി താമസിക്കേണ്ടതായിട്ട് വരിക, ഇതൊക്കെയും സംഭവിക്കാവുന്നതാണ്. എന്തായാലും ഇതുകൊണ്ടൊക്കെ ഉള്ളിലെ ഒരു അസ്വസ്ഥത, സംഘർഷം ഇതൊക്കെ കൂടുന്നതായിട്ട് കാണാം. എന്ന് മാത്രമല്ല, പബ്ലിക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന് റിമോട്ടായിട്ട് ജോലി ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരാവുന്നതാണ്. ധനപരമായിട്ട് വീട് സംബന്ധിച്ചും വാഹനം സംബന്ധിച്ചും ഇരട്ടി ചെലവുകൾ ഉണ്ടാകും. കാറിനോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയ വീട് സംബന്ധിച്ച് കരാറിലേക്ക് ഏർപ്പെട്ടാലും അത് നടക്കാതെ വരാനും സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് വീട്ടിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകളും മറ്റേ കുടുംബാന്തരീക്ഷത്തിൽ പൊതുവെ അസ്വസ്ഥമാണ്. പരിഹാരമായിട്ട് സ്വന്തം മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അമ്മയെ, വേണ്ടതെന്താണ് എന്നറിഞ്ഞ് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക തന്നെയാണ് പ്രധാനമായിട്ടുള്ള സംഗതി. അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിലെ ദർശനവും വഴിപാട് നടത്തലും ഒക്കെ നല്ലതാണ്. കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വെളുത്ത ധാന്യങ്ങൾ, അരി മുതലായിട്ടുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുന്നത് നല്ല കാര്യമാണ്.